ഞങ്ങളെ ഒരാളെ നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു, അയാളുടെ പേരമരത്തിലെ കായ കൊഴിഞ്ഞു പോണത്. ഈ ഒരു പേരുണ്ടല്ലോ നോക്കി, അതേ ഒരു പ്രശ്നം ഇതിനുണ്ടായിരുന്നു, കായകൾ കൊഴിഞ്ഞു പോവാ. ഇപ്പൊ ഈ പേരമരത്തിൽ നോക്കിയാണ് ഇഷ്ടം പോലെ കായകൾ പിടിച്ചിട്ടുണ്ടാ. ഒന്ന് ഇവിടെ, ഇവിടെ 2, 4, ഒരു 7, 8, 9, ഒരു 7 പേര ഇതുമലുണ്ട് കണ്ടാ, ഇതുമലുണ്ട്. അതേപോലെ ഇവിടെ നോക്കി എന്താ, ഈ ഒരു പേരമരത്തും വേണ്ട ഇതുമലുണ്ട് ഒരു 7 പേര. ഇത് വേറൊരു പേര ഇട്ടാ, ഇതാണ്, ഇത് വലിയൊരു പേരാണ്. ഈ പേരമൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു 1.5 അടി ഹൈറ്റ് മാക്സിമം ഇത് ഉണ്ടാവുള്ളൂ. 1.5 അടി 2 അടി മാക്സിമം, അതിന് അപ്പുറത്തേക്കില്ല. 9 ശിഖരങ്ങൾ ഇതിനുണ്ട്. ഞാനിത് കട്ട് ചെയ്തിട്ട്, അതായത് പ്രൂൺ ചെയ്തതാണ്. എന്നിട്ട് പല ഭാഗത്തേക്കും ശിഖരങ്ങൾ വന്നു. ആ ശിഖരങ്ങൾ എന്ത് ചെയ്തു, മൂപ്പായതിന്റെ ശേഷമാണ് എനിക്ക് നമ്മൾ കായവൃത്തം ഉണ്ടായത്. അതിന് മുമ്പൊക്കെ എന്തെങ്കിലും കായകൾ കൊഴിഞ്ഞു പോയതൊക്കെ ഇനി അങ്ങനെ പ്രശ്നം ഉണ്ടാവട്ടാ. അത് നമ്മളൊരു പേര കൊണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യണം, അതിന്റെ കവറൊക്കെ പൊട്ടിച്ച് ഒന്നെങ്കിൽ ഡ്രമ്മൊക്കെ അല്ലെങ്കിൽ നിലത്തൊക്കെ വെക്കുമ്പോൾ അതിമെന്ന് പുതുതായി വേരുകളൊക്കെ വന്നിട്ട് എന്ത് ചെയ്യണം, നല്ല സെറ്റ് ആയിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്ത് ശിഖരങ്ങൾ ഇതാ, ഈ ശിഖരങ്ങൾ അത്യാവശ്യം മൂപ്പാൻ ഒരുപാട് കാലൊന്നും വേണ്ട. ഒരു 2 മാസം ആകുമ്പോഴത്തിന് മൂപ്പാവും. ഇതുപോലത്തെ കളർമൊക്കെ എത്തും 2 മാസം ആകുമ്പോഴത്തിന്. ഇത് ഒരു 7 മാസം പ്രായമായിട്ടുണ്ടാവും മാക്സിമത്തിൽ, അത്ര ആയിട്ടുണ്ടാവുള്ളൂ. ഒരു 7 മാസം പ്രായ ഒരു പ്ലാന്റ് അത്. ഇതുമിപ്പം സെറ്റായിട്ട് കായപിടുത്തുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, ശിഖരങ്ങൾ മൂപ്പായിട്ടില്ലെങ്കിൽ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കട്ട് ചെയ്തിട്ട് അത് ബ്രൂൺ ചെയ്തിട്ട് എന്ത് ചെയ്യുക, 4 ഭാഗത്ത് ശിഖരങ്ങളൊക്കെ വരുത്തുക. നല്ല വളപ്രയോഗം ചെയ്ത് നോക്കൂ, സെറ്റ് ആയിരിക്കും. അപ്പൊ ഞങ്ങൾ എന്നത്തെ വീഡിയോസ് ഇത്രയുള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനി വരും. അതുവരേക്കും താങ്ക് യു.